ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ മണിയമ്മയുടെ വീട്ടിലേക്ക് എത്തിയ മീനാക്ഷിയുടെ സുഹൃത്തുക്കൾ അവർക്ക് ഓർഡർ കൊടുത്ത ആ പെൺകുട്ടി വീണ്ടും ഫോൺ ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും കഴിഞ്ഞ ദിവസം എടുത്ത ഫോട്ടോസ് ക്ലിയർ ആകാത്തത് കൊണ്ട് മണിയമ്മയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് അവൾ ആവശ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അവർ അറിയിച്ചു. ഇതെല്ലാം കേട്ടതോടെ മണിയമ്മ പറഞ്ഞു, അതിനെന്താ, ഇപ്പോ വിളിച്ചാൽ സംസാരിക്കാമല്ലോ എന്ന മണിയമ്മയുടെ വാക്ക് കേട്ട് ആ പെൺകുട്ടികൾ പറഞ്ഞു, എന്നാ ഞങ്ങൾ ഇപ്പൊ തന്നെ അവളെ വിളിച്ചു തരാട്ടോ. ഉടനെ തന്നെ പുറകിൽ നിൽക്കുന്ന മൈഥിലിയെ വിളിച്ചിട്ട് മണിയമ്മ പറഞ്ഞു, മോളെ ഇപ്പൊ തന്നെ നമുക്ക് പോകാട്ടോ എന്ന് പറഞ്ഞു. മണിയമ്മയുടെ ആ വാക്ക് കേട്ട് ശരിയെന്ന് പറഞ്ഞ തല കുലിക്കൊണ്ട് മൈഥിലി അപ്പുറത്തേക്ക് മാറി നിന്നു. അപ്പോഴാണ് കുഞ്ഞിനെ ടീപ്പോയിൽ കിടത്തിയിട്ട് അപ്പുറത്ത് മാറി നിന്ന് സാവിത്രി അവിടേക്ക് ഇറങ്ങി വരുന്ന കാർത്തികിനെ നോക്കി നിന്നത്. കാർത്തിക് ഓഫീസിലേക്ക് പോകാനായി താഴേക്ക് വന്നതും ടീപ്പോയിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ട് കാർത്തിക് ദേഷ്യത്തോടെ മീനാക്ഷി എന്ന് വിളിച്ചു. ഉടനെ തന്നെ അവിടെ ഒളിച്ചു നിന്നിരുന്ന സാവിത്രി അയ്യോ എന്റെ കുഞ്ഞ് എന്ന് നിലവിളിച്ചുകൊണ്ട് വേഗം അവിടേക്ക് ഓടിയെത്തുകയും ടീപ്പോയിൽ കിടന്ന കുഞ്ഞിനെ വേഗം കോരി കയ്യിലേക്ക് പിടിച്ചു. ഉടനെ തന്നെ കാർത്തിക് കയ്യിൽ അവിടെ നിൽക്കുന്ന സാവിത്രിയോട് ചോദിച്ചു, അല്ല മീനാക്ഷി, അവളിതെവിടെ പോയി? ഇത്രയും നേരമായിട്ടും അവളെ കണ്ടില്ലല്ലോ. അവൾ ഈ കുഞ്ഞിനെ ഇവിടെ കിടത്തിയിട്ട് എങ്ങോട്ട് പോയതാ അവള് എന്നൊക്കെ ദേഷ്യത്തോടെ കാർത്തിക് അന്വേഷിച്ചപ്പോ സാവിത്രി പറഞ്ഞു, അവള് വെറും മീനാക്ഷി അല്ലല്ലോ, കളക്ടർ മീനാക്ഷി അല്ലേ, അതുകൊണ്ട് ഏതു നേരവും ഫോണിലായിരിക്കുമല്ലോ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവൾ ചെയ്ത് കൂട്ടുന്നത് കണ്ടാൽ തീർച്ചയായിട്ടും പറയാൻ പറ്റും അവൾക്ക് നിന്നോടുള്ള പ്രതികാരം അവൾ വീട്ടുകയാണെന്ന്. നീ അവളോട് കാണിച്ചതിനൊക്കെ ഈ കുഞ്ഞിനോടാണ് ഇവൾ പലപ്പോഴും പ്രതികാരം വീട്ടാറുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ടു ഇവള് ഭിക്ഷക്കാര് കുട്ടികളെ നിലത്ത് കിടത്തുന്ന പോലെ ഇതാ ഈ തറയിൽ ഒരു പാ പോലും വിരിക്കാതെ കൊണ്ടുപോയി കിടത്തിയിട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പലപ്പോഴും അവളുടെ പ്രവൃത്തികൾ ഈ രീതിയിൽ തന്നെയാണ്. കുഞ്ഞിനോടാണ് അവൾ നിന്നോടുള്ള ദേഷ്യവും പകയുമൊക്കെ കാട്ടുന്നത്. പിന്നെ ഈ വീട്ടിലാണെങ്കിൽ ഇഴജന്തുക്കൾക്കും ക്ഷുദ്രജീവികൾക്കും കുറവൊന്നും തന്നെ ഇല്ലല്ലോ. അവറ്റകളാണ് ഈ വീടിന്റെ അവകാശികൾ എന്ന് പറഞ്ഞാണല്ലോ അവയെല്ലാം ഇവിടെ നടക്കുന്നത്. പിന്നെ അവൾക്ക് കിട്ടുന്ന സമയത്ത് മുഴുവൻ അവൾ ഫോണും വിളിച്ചുകൊണ്ട് നടക്കുകയല്ലേ. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവള് ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാൽ അപ്പോ നീയും നിന്റെ അച്ഛനും ഉൾപ്പെടെ ഈ കുടുംബത്തുള്ള ബാക്കിയുള്ളവരെല്ലാം എന്റെ നേരെ എടുത്തു ചാടും. അതാണല്ലോ ഇവിടെ സംഭവിക്കുന്നത് എന്ന് സാവിത്രി സങ്കടപ്പെട്ടുകൊണ്ട് കാർത്തികിനോട് പറഞ്ഞതും കാർത്തിക് ചോദിച്ചു, എന്നിട്ട് അവൾ എവിടെ, അവള് എന്തെടുക്കുക എന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് സാവിത്രി പറഞ്ഞത്, അവൾക്ക് ഏതു നേരവും ഒരു ഫോൺ വിളി ഉണ്ടല്ലോ, ഫോണുമായിട്ട് ആ മുകളിൽ കാണും, ഇങ്ങോട്ടൊന്നും ഇറങ്ങി വരാറില്ലല്ലോ. ആരെയാ ഫോണിൽ വിളിക്കുന്നതെന്നും ആർക്കറിയാം. ഇനി ആരാ വിളിക്കുന്നതെന്നൊക്കെ അതിന്റെ പിന്നാലെ ചകഞ്ഞു പോയാൽ അറിയാം അതിന്റെ യഥാർത്ഥ അവകാശി ആരാണെന്നുള്ള കാര്യമൊക്കെ. മുകളിൽ കാണും ഫോണുമായിട്ട്, നീ അങ്ങോട്ട് ചെന്ന് നോക്ക എന്ന് പറഞ്ഞ് കാർത്തികിനോട് മുകളിലത്തെ നിലയില് മീനാക്ഷി ഉണ്ടെന്ന് പറഞ്ഞ് സാവിത്രി അവിടേക്ക് കാർത്തികിനെ പറഞ്ഞയച്ചു. കാർത്തിക് കലിയുടെ കുഞ്ഞിനെയും കയ്യിലെടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുമ്പോ സാവിത്രി പിന്നാലെ കൂടി. കൊള്ളാം, ഇപ്പോ അവക്കിട്ട് രണ്ടെണ്ണവും പൊട്ടിക്കും. അതിന്റെ ശബ്ദം ഇവിടെ കേൾക്കാൻ കഴിഞ്ഞേക്കും. പടക്കം പൊട്ടുന്നത് പോലെയുള്ള ശബ്ദമായിരിക്കും ഇനി കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സാവിത്രി അത് കാണാനായി മുകളിലേക്ക് പോകാം എന്ന് തീരുമാനിച്ചു. അപ്പോഴാണ് മുകളിൽ നിന്നുകൊണ്ട് ഫോണിൽ മണിയമ്മയോട് സംസാരിച്ചുകൊണ്ട് മീനാക്ഷി വന്നത്. മീനാക്ഷി വിശേഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മണിയമ്മയുടെ പിന്നിൽ നിൽക്കുന്ന മൈഥിലിയെയും മീനാക്ഷി കാണാനിടയായി. ഉടനെ തന്നെ മണിയമ്മയോട് മീനാക്ഷി ചോദിച്ചു, അല്ലമ്മേ, ആരാ പുറകെ നിൽക്കുന്നത് എന്ന് ചോദിച്ചതും അതെന്റെ മോളാ എന്ന് മണിയമ്മ മറുപടി നൽകി. മോളെ ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ എന്ന് പറഞ്ഞ് മണിയമ്മ മൈഥിലിയോട് അരികിലേക്ക് വരാനായി പറഞ്ഞു. മോളെ ഇങ്ങോട്ടൊന്ന് വന്നേ, ഈ കുട്ടിക്ക് മോളെ ഒന്ന് കാണണമെന്ന്. അപ്പോഴേക്കും മൈഥിലി ഒന്നും മിണ്ടാതെ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ട് മൈഥിലിയോട് വീണ്ടും മണിയമ്മ പറഞ്ഞു, മോളെ ഒന്ന് വേഗം വന്നേ, സമയം കളയാതെ നമുക്ക് ക്ഷേത്രത്തിൽ പോകേണ്ടതല്ലേ എന്ന് പറഞ്ഞതും മൈഥിലി മനസ്സോടെ ആ വീഡിയോയ്ക്ക് അരികിലേക്ക് നടന്നു വന്നതും കൃത്യസമയത്ത് മൈഥിലി മണിയമ്മയുടെ അരികിലെത്തിയ നേരത്ത് കാർത്തിക് ഓടി വന്ന് മീനാക്ഷിയുടെ കയ്യിലിരുന്ന ആ മൊബൈൽ തട്ടിയെടുത്തു. മീനാക്ഷി വേഗം നോക്കിയതും ആ ഫോൺ കോൾ കട്ട് ചെയ്തുകൊണ്ട് കാർത്തിക് ദേഷ്യപ്പെട്ടു, നീ ഇവിടെ എന്തെടുത്തോണ്ടിരിക്കുകയാ? നീ ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ? എന്റെ കുഞ്ഞിനെ ആ ടീപ്പോയിൽ കൊണ്ടുപോയി കിടത്തിയിട്ട് ഇങ്ങനെ ഒരു ശ്രദ്ധയുമില്ലാതെ നിനക്ക് തോന്നുവാസം കുഞ്ഞിനെ എവിടെയെങ്കിലും ഒക്കെ എടുത്തെറിയാൻ വേണ്ടിയല്ല നിന്നെ ഇവിടേക്ക് താലി കെട്ടി ഞാൻ കൊണ്ടുവന്നത്. എന്റെ കുഞ്ഞിനെ നോക്കാൻ വേണ്ടി മാത്രമാ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത്, നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അല്ലാതെ എന്റെ ഭാര്യയായി ജീവിക്കാനൊന്നും അല്ല എന്ന് പറഞ്ഞ് കാർത്തിക് ഇവിടെ വാടി എന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയെ വലിച്ചിടിച്ച് താഴേക്ക് കൊണ്ടുവരുന്നു. മീനാക്ഷിയെ താഴേക്ക് കൊണ്ടുവന്നും കാർത്തിക് ഫോണും ആ കുഞ്ഞിനെയും ആ ദിവാങ്കോട്ടിലേക്ക് കിടത്തിയിട്ട് കാർത്തിക് ദേഷ്യത്തോടെ മീനാക്ഷിയോട് പെരുമാറി. എടി, നീ ഇവിടെ എന്താടി ചെയ്തു കൂട്ടുന്നത്?
നിന്നെ ഇവിടെ ഈ കുഞ്ഞിനെ ഈ ടീപ്പോയിൽ കിടത്തിയിട്ട് നിന്നോട് ആരടി മുകളിൽ പോയി നിൽക്കാൻ പറഞ്ഞത് എന്നൊക്കെ കാർത്തിക് ദേഷ്യത്തോട് അന്വേഷിച്ചു. മീനാക്ഷി അപ്പോഴേക്കും പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ ഇവിടെ അല്ലല്ലോ കിടത്തിയിട്ട്, കുഞ്ഞിനെ തൊട്ടിൽ ഉറക്കി കിടത്തിയിട്ടാണല്ലോ ഞാൻ അവിടേക്ക് പോയത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കും സാവിത്രി അവിടെ നിന്ന് പറഞ്ഞു, കള്ളിയാ, ഇവള് പെരും കള്ളിയാ, കള്ളത്തരവേ കാണിക്കൂ, കള്ളത്തരേ ചെയ്യൂ എന്ന് പറഞ്ഞപ്പോ അവിടെ നിന്ന് രാജലക്ഷ്മി ആശങ്കയോടെ നന്ദിനിയോട് പറഞ്ഞു, മോളെ, നമ്മുടെ കുഞ്ഞിനെ അവർ രണ്ടുപേരും കൂടി ഇട്ടുകൊണ്ട് ശരിക്കും ചക്രശ്വാസം വലിപ്പിക്കുകയാണല്ലോ. ഈ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരിക്കലും എനിക്കിത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് രാജലക്ഷ്മി അമ്മ അറിയിച്ചു. അപ്പോഴേക്കും കാർത്തിക് മീനാക്ഷിയോട് പറഞ്ഞു, നീ എന്നോട് കള്ളം പറയണ്ട, എനിക്കറിയാം എന്നോടുള്ള പക നീ കുഞ്ഞിനോട് വീട്ടുകയാണെന്ന്. പലപ്പോഴും നീ എന്റെ കുഞ്ഞിനെ ദ്രോഹിക്കുന്നില്ലേരി എന്ന് ചോദിച്ചതും ഉടനെ മീനാക്ഷി പറഞ്ഞു, ദേ ACP, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ഈ കുഞ്ഞിനോട് സ്നേഹത്തോടെയല്ല പെരുമാറുന്നതെന്ന് പറഞ്ഞാണല്ലോ എനിക്കിത് സഹിക്കാൻ കഴിയില്ല എന്ന് മീനാക്ഷി ദേഷ്യത്തോടെ കാർത്തികിനോട് അറിയിച്ചു. മീനാക്ഷിയുടെ വാക്കുകൾ കേട്ട കാർത്തിക് മീനാക്ഷിയെ നോക്കുമ്പോഴേക്കും കാർത്തികിനോട് മീനാക്ഷി പറഞ്ഞു, അതെ, നിങ്ങൾ വേണമെങ്കിൽ ആ നിൽക്കുന്ന നിങ്ങളുടെ അമ്മ, എൻ്റെ അമ്മായിയെ ഞാൻ വേണമെങ്കിൽ അവരുടെ കാലും കൈയും ഒക്കെ തല്ലി ഓടിച്ചെന്ന് പറഞ്ഞു, അത് വേണമെങ്കിൽ ഞാൻ സമ്മതിച്ചു തരാം. പക്ഷേ ഈ പിഞ്ചു കുഞ്ഞിനോട് ഞാൻ അങ്ങനെ പെരുമാറിയെന്ന് പറഞ്ഞാൽ അത് എനിക്കൊരിക്കലും പൊറുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ സംസാരിക്കുമ്പോൾ കാർത്തിക് പറഞ്ഞു, നീ എന്ത് പറഞ്ഞടി എന്ന് ചോദിച്ച് ഉടനെ സാവിത്രി കാർത്തികിനെ വിളിച്ചു പറഞ്ഞു, എടാ മോനെ, അവള് പറഞ്ഞത് കേട്ടില്ലേ, അതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായില്ലേ, എന്നെ എന്ത് വേണമെങ്കിലും അവള് ചെയ്യുമെന്നാടാ അവള് പറഞ്ഞു വന്നത് എന്നൊക്കെ കാർത്തികിനോട് സാവിത്രി അറിയിച്ചു. അത് കേട്ട ഉടനെ കാർത്തിക് ദേഷ്യത്തോടെ ചോദിച്ചു, ആഹാ, നീ എന്താടി പറഞ്ഞത് എന്ന് ചോദിച്ച് സാവിത്രിയുടെ മുന്നിൽ വെച്ച് കാർത്തിക് മീനാക്ഷിയുടെ കർണത്തടിക്കാൻ കൈ ഉയർത്തിയതും രാജലക്ഷ്മി അവിടെ നിന്ന് വിളിച്ചു, എടാ കാർത്തികേ. ആ വിളി കേട്ടതും കാർത്തിക് ദേഷ്യത്തോടെ നോക്കി. അപ്പോഴേക്കും കാർത്തികിനോട് രാജലക്ഷ്മി അമ്മ പറഞ്ഞു, അതെ, എന്റെ വീട്ടില് തല്ലും ബഹളവും ഒന്നും നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ കാർത്തിക് പറഞ്ഞു, അതെ, ഇത് എന്റെ കുടുംബകാര്യ, അതിൽ അപ്പുറത്തുള്ളവരാരും ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞതും രാജലക്ഷ്മി അമ്മ പറഞ്ഞു, ഇതേ എന്റെ തറവാടാണ്, ചെമ്പകമംഗലം എന്ന് പറയുന്നത് എന്റെ തറവാടാണ്. ഇവിടെ ആവശ്യമില്ലാതെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലുണ്ടല്ലോ അത് ഞാൻ കണ്ടു നിന്നെന്ന് വരില്ല. ഓർമ്മയുണ്ടോടാ നിനക്ക്? ഇന്ദ്രജ മുമ്പൊരു വട്ടം നന്ദിനിയെ അനാവശ്യമായിട്ട് ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയ കാര്യം ഓർമ്മയുണ്ടോ? അന്ന് എന്റെ ഒറ്റയൊരു ഫോൺ കോളിലാണ് ഹോം മിനിസ്റ്റർ അവിടെ എത്തിച്ചേർന്നത്. എന്താ, നിനക്കത് കാണണോ? ഇനിയും അതുപോലെ ചെയ്യുന്നത് കാണണോ? നിനക്ക് പിന്നെ നിന്റെ യൂണിഫോം പോലും സ്വപ്നത്തിൽ പോലും ഉണ്ടായെന്ന് വരില്ല എന്ന് രാജലക്ഷ്മി അമ്മ ഭീഷണി ഉയർത്തുകയും ഉടനെ തന്നെ ഹോം മിനിസ്റ്ററെ വിളിക്കാനായി ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് നന്ദിനി പറഞ്ഞു, വേണ്ടമ്മേ, ഇത്തവണത്തേക്ക് ക്ഷമിക്കമ്മേ, ഇവർ രണ്ടുപേരും നമ്മുടെ മക്കളല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് കാർത്തിക് അങ്ങനെയെല്ലാം ദേഷ്യപ്പെട്ടതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്ദിനി രാജലക്ഷ്മി അമ്മയോട് പറയുമ്പോൾ കാർത്തിക് മീനാക്ഷിയോട് പറഞ്ഞു, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ഇന്ന് ചെയ്ത് കൂട്ടിയതിനൊക്കെയുള്ള ശിക്ഷ നിനക്ക് ഞാൻ വിധിക്കുകയാണ്. ഇന്നത്തെ ദിവസം ഒരു തുള്ളി പച്ചവെള്ളം പോലും ഇവിടെ നിനക്ക് തരില്ല. ഈ വീട്ടിൽ നിന്ന് ഇന്നത്തെ ദിവസം നിനക്ക് ഭക്ഷണമില്ല. നിനക്ക് ആരെങ്കിലും ഭക്ഷണം തരാൻ ശ്രമിച്ചാലോ, മറ്റാരെങ്കിലും നിനക്ക് ഭക്ഷണം തരാൻ നോക്കിയാലോ അതൊന്നും ഞാൻ അനുവദിച്ചു തരില്ല. പിന്നെ ഈ വീട്ടിൽ എന്താ ശിക്ഷ നടപ്പിലാക്കുകയെന്ന് പിന്നീട് അങ്ങനെ സംഭവിച്ചതിനു ശേഷം എല്ലാവരും മനസ്സിലാക്കും. ഈ കാർത്തികിന്റെ മറ്റൊരു രൂപം എല്ലാവരും കാണും എന്നൊക്കെ പറഞ്ഞ് കാർത്തിക് ദേഷ്യത്തോടെ സാവിത്രിയോട് പറഞ്ഞു, അമ്മേ, ഇവൾക്ക് ഒരു ഇറ്റ് വെള്ളം പോലും കൊടുത്തു പോകരുത്. പിന്നെ അമ്മ കുഞ്ഞിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് അവിടുന്ന് കാർത്തിക് പോകുന്നു. സാവിത്രി അപ്പോഴേക്കും ആകെ ടെൻഷനിലായി. അല്ല, ഈ കുഞ്ഞിനെ ഇനി ഞാൻ നോക്കണോ? നാശം, വേണ്ടിയിരുന്നില്ല എന്നൊക്കെ ആലോചിച്ച് സാവിത്രി വിഷമിച്ച് അങ്ങനെ നിന്നു. അപ്പോഴാണ് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു ഫോൺ കോൾ വന്നതിന്റെ ടെൻഷനിൽ മൈഥിലി ആകെ ആശങ്കപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് വൈശാഖ് എത്തി. വൈശാഖ് അരികിലേക്ക് എത്തി മൈഥിലിയോട് ചോദിച്ചു, മൈഥിലി, നീ എന്താ ഏത് നേരം ഇങ്ങനെ വലിയ ആലോചനയിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ മൈഥിലി പറഞ്ഞു, പിന്നെ സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടാത്ത ഏതമ്മ ഉണ്ടാവുക എന്ന് മൈഥിലി വൈശാഖിനോട് അറിയിച്ചു. ഉടനെ വൈശാഖ് ചോദിച്ചു, അത് ശരി, അപ്പോ ഏത് നേരവും നിനക്ക് ആ കുഞ്ഞിനെ കുറിച്ചുള്ള ഓർമ്മ മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ചപ്പോ മൈഥിലി പറഞ്ഞു, അതല്ലടാ, ഇന്ന് അമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അമ്മയെ ഫോണിൽ വിളിക്കുകയും എന്നെ കാണണമെന്ന് ആ പെൺകുട്ടി നിർബന്ധം പറയുകയും ചെയ്തു എന്ന് പറഞ്ഞതും വൈശാഖി ചോദിച്ചു, അത് ചുമ്മാ വെറുതെ ഒന്ന് ചോദിച്ചതായിരിക്കും, അത് നീ ഇങ്ങനെ ടെൻഷൻ ആവുന്ന എന്തിനാ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും മൈഥിലി പറഞ്ഞു, അതെ, അങ്ങനെ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് അത് മീനാക്ഷിയാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ
വെറുതെ ഒരു പെൺകുട്ടി എന്നോട് സംസാരിക്കണം എന്നിങ്ങനെ നിർബന്ധം പിടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അന്വേഷിച്ചു. ഉടനെ തന്നെ അങ്ങനെ ഒരു ചോദ്യം വന്നതോടെ കാർത്തിക് തന്നെയും മൈഥിലിയെയും അന്വേഷിച്ച് നടക്കുന്നതിന്റെ കാര്യം മറന്നതുപോലെ വൈശാഖ് സംസാരിക്കുമ്പോൾ ഉടനെ മൈഥിലി പറഞ്ഞു, വൈശാഖെ, കാർത്തിക് അങ്ങനെ നമ്മളെ വെറുതെ വിടുമെന്നാണോ നീ കരുതിയിരിക്കുന്നത്? മീനാക്ഷിയും കാർത്തിക്കും തീർച്ചയായിട്ടും നമ്മളെ കണ്ടെത്തുക തന്നെ ചെയ്യും. നമ്മളെ കയ്യിൽ കിട്ടാനായി അവർ കാത്തിരിക്കുകയാണ്, സത്യം എന്താണെന്ന് തെളിയിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കാർത്തിക് വെറുതെ വിടുമെന്ന് ഒരു കാരണവശാലും വൈശാഖ് കരുതണ്ടായെന്നും, കാർത്തിക്കിന് അത്രത്തോളം സ്നേഹമായിരുന്നു എന്നോടുണ്ടായിരുന്നത്. അവൻ എന്നെ ജീവനെ പോലെ സ്നേഹിച്ചതാണ്. ആത്മാർത്ഥമായി അങ്ങനെ ആരെയെങ്കിലും സ്നേഹിച്ചിട്ട് അവർ നമ്മളെ വഞ്ചിച്ചാൽ പിന്നെ ആ ഒരു വേദന അത് എത്ര മറക്കാൻ ശ്രമിച്ചാലും അവർക്ക് കഴിഞ്ഞെന്ന് വരില്ല എന്ന് മൈഥിലി വൈശാഖിനോട് അറിയിച്ചു. അത് കേട്ടതും വൈശാഖ് കാർത്തികന്റെ സ്നേഹത്തെക്കുറിച്ച് മൈഥിലി വീണ്ടും പറയുന്നത് കേട്ടതോടെ വൈശാഖനാകെ ദേഷ്യമായി. വൈശാഖ ദേഷ്യത്തോടെ മൈഥിലിയോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും അവിടേക്ക് മണിയമ്മ എത്തി. മണിയമ്മ വന്ന് മൈഥിലിയോട് പറഞ്ഞു, മോളെ, എന്നാ നമുക്ക് പോകാം, എനിക്ക് ബലിയിടാനുള്ളതാ എന്ന് പറഞ്ഞ് മൈഥിലിയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് മണിയമ്മ പോകുമ്പോൾ കാർത്തികിനെ കുറിച്ച് തന്നോട് മൈഥിലി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വൈശാഖും ആകെ ടെൻഷനിലാവുന്നു. പിന്നീട് മീനാക്ഷി കുഞ്ഞിന്റെ പേരിൽ തന്നെ വെറുതെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശിക്ഷിക്കുന്നതിന്റെ ACPയുടെ അത്തരം ചിന്താഗതികളെക്കുറിച്ചും തീരുമാനങ്ങളെക്കുറിച്ചും ഒക്കെ ഓർത്ത് വിഷമത്തോടെ മീനാക്ഷി വന്നു. അപ്പോഴാണ് കുഞ്ഞ് അവിടെ കിടന്ന് വീണ്ടും ഒച്ച വെക്കുന്നത് കേട്ടതോടെ ആ കുഞ്ഞിനോട് എനിക്കുള്ള സ്നേഹം അത് കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച മൈഥിലിക്ക് പോലും ഇല്ലല്ലോ എന്ന് മീനാക്ഷി മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാവിത്രിയും ബിരിയാണിയുമായിട്ട് അവിടേക്ക് എത്തി. ഇത് അവളുടെ മുന്നിലെത്തി തിന്ന് കാണിക്കണം, അവൾക്ക് ശരിക്കും കൊതിയാകണം, അവള് നോക്കുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് സാവിത്രി വലിയ ടേസ്റ്റ് ഒക്കെ ഉള്ളതുപോലെ കാണിച്ചുകൊണ്ട് മീനാക്ഷിയുടെ അരികിലേക്ക് എത്തി. മീനാക്ഷിയുടെ മുന്നിലേക്ക് വന്നതോടെ മീനാക്ഷി അവിടെ സാവിത്രി ആ ബിരിയാണി കാണിച്ചിട്ട് പറഞ്ഞു, അതെ, ഇത് കുഴിമന്തിയാണ് കേട്ടോ, ഞാൻ യമൻ മന്തിയാണ് ഓർഡർ ചെയ്തത്, പക്ഷെ അത് അവിടെ ഇല്ല, 1-2 ദിവസത്തിനുള്ളിൽ വരും എന്നൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ട് സാവിത്രി അങ്ങനെ പറയുന്നത് കണ്ട് മീനാക്ഷി പറഞ്ഞു, അതെ, നിങ്ങള് യമൻ മന്തി എന്നല്ല, നിങ്ങൾക്ക് ശരിക്കും കുഴിമന്തി അല്ല വേറെന്തെങ്കിലും മന്തി ആയിരിക്കും കഴിക്കേണ്ടത്. കാരണം ഇതൊക്കെ തിന്നിട്ട് നിങ്ങൾ പറന്നു നടന്നോ, ഉള്ള പറവയെ പിടിച്ചൊക്കെ തീറ്റ തിന്നിട്ട് നിങ്ങൾക്ക് പറന്നു നടക്കാം എന്ന് പറഞ്ഞത്. ഇത് കോഴിയല്ലേ, അല്ലാതെ പറവയൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ വീണ്ടും മീനാക്ഷി പറഞ്ഞു, പറവയല്ല, നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ഇതൊക്കെ കഴിച്ചു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പക്ഷികളെ പോലെ പറന്നു നടക്കുക തന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങനെ നിൽക്കുമ്പോൾ കുഞ്ഞ് കരയുന്ന ശബ്ദം സാവിത്രി കേട്ടു. ഉടനെ സാവിത്രി പറഞ്ഞു, അതെ, നീ ആ കുഞ്ഞിനെ ചെന്നങ്ങ് എടുത്തേ. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അതെ, എന്നോടല്ല കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞത്, മകൻ പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ACP പറഞ്ഞത് അമ്മയോട് നോക്കാനല്ലേ, അതുകൊണ്ട് അമ്മ തന്നെ അങ്ങ് നോക്കിയാൽ മതി എന്ന് മീനാക്ഷി അറിയിച്ചു. മീനാക്ഷി അത് പറഞ്ഞത് കേട്ടതോടെ വീണ്ടും ദേഷ്യത്തോടെ സാവിത്രി പറഞ്ഞു, അതെ, നിന്നോട് ഞാൻ പറയുന്നത് കേട്ടാൽ മതി, നിന്നെ വിവാഹം കഴിച്ചിവിടേക്ക് കൊണ്ടുവന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയാ, വേഗം പോയി നോക്കടി കുഞ്ഞിനെ എന്ന് പറഞ്ഞു സാവിത്രി കുഞ്ഞിനെ നോക്കാനായി മീനാക്ഷിയോട് അറിയിച്ചു. മീനാക്ഷി പറഞ്ഞു, അതെ, ഞാൻ പോയി നോക്കത്തില്ല, കുഞ്ഞിനെ ഞാൻ നോക്കരുതെന്ന് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ തന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ സമാധാനത്തോടെ ഒന്ന് തിന്നാനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് സാവിത്രി ദേഷ്യപ്പെട്ടുകൊണ്ട് ആ പ്ലേറ്റുമായി കുഞ്ഞിന്റെ അരികിൽ ചെന്നിരുന്നു. എന്നിട്ട് കുഞ്ഞിനെ വാവൂ എന്നെല്ലാം ബഹളം വെച്ച് കുഞ്ഞിനെ ഉറക്കാനൊക്കെയുള്ള ശ്രമം നടത്തുന്നു. ഒട്ടും താല്പര്യമില്ലാതെ ഒട്ടും ആത്മാർത്ഥതയില്ലാതെ ഇങ്ങനെയെല്ലാം താരാട്ട് പാടുന്നത് കേട്ടതോടെ മീനാക്ഷിക്കാകെ ദേഷ്യമായി. നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ, പേരിന് ഒരു വഴിപാട് പോലെ പ്രസവിച്ചു എന്ന് മാത്രമല്ലേ ഉള്ളൂ, കുഞ്ഞിനെ വളർത്തിയതും കുഞ്ഞിനെ നോക്കിയതും കഷ്ടപ്പാടും ഒക്കെ സഹിച്ചതും ഒക്കെ മറ്റു പലരുമാണല്ലോ, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കുഞ്ഞിനെ ഓടിച്ചെന്ന് മീനാക്ഷി കയ്യിലേക്ക് എടുത്തു. കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഒന്ന് താരാട്ട് പാടിയതും മീനാക്ഷി ഒന്ന് ചേർത്ത് പിടിച്ച് വാവ വെച്ചപ്പോഴേക്കും കുഞ്ഞ് കരച്ചിൽ നിർത്തി. ഇത് കണ്ടതോടെ സാവിത്രി ചോദിച്ചു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ, കുഞ്ഞ് ഉറങ്ങിയല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോ ഉടനെ മീനാക്ഷി പറഞ്ഞു, അതെ, നിങ്ങളെപ്പോലെയല്ല ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചില്ലെങ്കിലും എന്റെ നെഞ്ചിന്റെ ചൂടറിയുമ്പോൾ, എന്റെ നെഞ്ചിന്റെ ഇടിപ്പറിയുമ്പോൾ ആ കുഞ്ഞ് എന്റെ നെഞ്ചോട് ചേർന്ന് ഒട്ടിപ്പിടിച്ച് കിടക്കാൻ, എന്റെ ചൂടറിഞ്ഞ് ഒട്ടിപ്പിടിച്ച് കിടക്കാൻ ആ കുഞ്ഞ് കൊതിക്കും. അതാണ് സ്നേഹമെന്ന് പറയുന്നത്, വാത്സല്യം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളെപ്പോലെ ഒട്ടും സ്നേഹമോ വാത്സല്യവും ഇല്ലാത്ത ഒരു മനുഷ്യ ശരീരമല്ല ഞങ്ങളുടേത് എന്ന് പറഞ്ഞ്
ദേഷ്യത്തോടെ മീനാക്ഷി സാവിത്രിയെ നോക്കി. സാവിത്രി മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളൊന്നും ഒട്ടും വകവെക്കാതെ ഓ എന്ത് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് വീണ്ടും ബിരിയാണി അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും നന്ദിനി ആകെ വിഷമിച്ചിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. രാജലക്ഷ്മി അരികിലേക്ക് എത്തി. എന്താ മോളെ നീ എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. നന്ദിനി ആകെ വീണ്ടും സങ്കടപ്പെടുന്നത് കണ്ട് രാജലക്ഷ്മി പറഞ്ഞു, നിന്റെ സങ്കടത്തിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു, അമ്മേ ഇത്രയും നേരമായിട്ടും മോളൊന്നും കഴിച്ചിട്ടില്ലല്ലോ, വെള്ളം പോലും കുടിക്കാൻ കൊടുക്കരുതെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും രാജലക്ഷ്മി പറഞ്ഞു, അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, അവള് കൃത്യസമയത്ത് കഴിക്കുകയും ചെയ്യും, അവള് വേണ്ട രീതിയിൽ ഭക്ഷണം കഴിക്കുകയും വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും, നീ നോക്കിക്കും. എൻ്റെ പേരക്കുട്ടിയല്ലേ മീനാക്ഷി, അവൾക്ക് അതിനുള്ള ധൈര്യവും കഴിവും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ സാവിത്രിക്ക് ഒരു മുട്ടൻ പണി അവൾ കൊടുക്കുക തന്നെ ചെയ്യും. നീ നോക്കിക്കോ മോളെ, സാവിത്രിക്ക് വേണ്ടി അവൾ കരുതി വെച്ചിരിക്കുന്നത് എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി വളരെ സന്തോഷത്തോടെ അങ്ങ് നിന്നു. അപ്പോഴാണ് ഡൈനിങ് ടേബിളിനരികിൽ വന്ന് ആകെ വിഷമിച്ചിരിക്കുന്ന മീനാക്ഷിയെ നന്ദിനി കണ്ടത്. നന്ദിനി ആകെ സങ്കടത്തോടെ മോളൊന്നും കഴിക്കാതിരിക്കുന്നത് കണ്ട് വേദനയോടെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രാജലക്ഷ്മി അമ്മയും അവിടേക്ക് എത്തി. മോള് ഒന്നും കഴിക്കാതിരിക്കുന്നതിന്റെ വിഷമത്തിൽ രണ്ടുപേരും അങ്ങനെ നോക്കി നിൽക്കുന്നത് കണ്ട് സാവിത്രി ഡൈനിങ് ടേബിളിനരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, അവിടെ രണ്ട് നോക്കൂത്തികളും നിൽപ്പുണ്ടല്ലോ. ഒരു വളർത്തമ്മയും ആ വളർത്തമ്മയുടെ വളർത്തമ്മയും കൊള്ളാം. എല്ലാവരും ഇങ്ങനെ നോക്കി അങ്ങനെ നിന്നോ. ഒരു തുള്ളി പച്ചവെള്ളം പോലും കൊടുക്കരുതെന്നാണ് എൻ്റെ മോൻ പറഞ്ഞിരിക്കുന്നത്. ഇനി അവൻ പറഞ്ഞത് ആരെങ്കിലും ധിക്കരിച്ചാൽ, ആരെങ്കിലും അത് തെറ്റിച്ചാ, പിന്നെ ഈ നിരാഹാരം ഉണ്ടല്ലോ അത് ഞാൻ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കും. എൻ്റെ മോനോട് ഞാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അവനത് ചെയ്യുക തന്നെ ചെയ്യും. അവനാണെങ്കിലേ ഇപ്പം തലയ്ക്ക് പെരുപ്പ് കയറിയ മുട്ടനാടിനെ പോലെയാണ് അവൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്, അറിയോ എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ മീനാക്ഷി ചിരിച്ചു. ഇത് കണ്ട ഉടനെ സാവിത്രി ചോദിച്ചു, എന്താ, എന്തിനാ ഇങ്ങനെ നീ ചിരിക്കുന്നത്, കളിയാക്കി ചിരിക്കുന്നത് എന്തിനാടി എന്ന് ചോദിച്ചപ്പോൾ മീനാക്ഷി പറഞ്ഞു, അല്ല പടക്കം പൊട്ടി തല പോയ മുട്ടനാടിന്റെ അവസ്ഥയിലെ ACP എന്ന് പറഞ്ഞപ്പം ACPയുടെ ആ തല പോയിട്ടുള്ളൊരു അവസ്ഥ എന്തായിരിക്കും എന്ന് ഞാനൊന്ന് ആലോചിക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് മീനാക്ഷി അങ്ങനെ ചിരിച്ചു. അപ്പോഴേക്കും സാവിത്രി പറഞ്ഞു, അതെ നിന്റെ ഈ ചിരിയും കളിയൊക്കെ മാറും ഉടനെ തന്നെ. അതിനുള്ള വഴിയൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് എനിക്ക് അറിയുകയും ചെയ്യാം. ഇവിടെ നിൽക്കുന്ന അമ്മമാരെ എന്തെങ്കിലും പണി മകളിലൂടെ ചെയ്യാൻ നോക്കിയാ, ഇവൾക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ മറ്റോ കൊടുത്താ അതോടെ തീരും ഇന്നത്തെ ഇവളുടെ സുഖവാസം ഇവിടുത്തെ, മനസ്സിലായോ എന്നെല്ലാം ചോദിച്ചുകൊണ്ട് മീനാക്ഷിക്ക് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് അങ്ങനെ സാവിത്രി രാജലക്ഷ്മി അമ്മയും നന്ദിനിയും നോക്കി.